ഇന്ന് സ്കൂളും ഇല്ല ട്യൂഷനും ഇല്ല എന്ന് പറഞ്ഞപ്പം ഒരാൾ കുറച്ചധികം നേരം കിടന്നുറങ്ങിയിട്ടാണ്. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ കുറേ നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. എഴുന്നേറ്റ് വന്ന് ഹോളിൽ പോയി അങ്ങനെ കുത്തിയിരുന്നപ്പോഴേക്കും ഞാനെന്നാൽ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാമെന്ന് എഴുതി കയറിയതാണ്. ബെഡൊക്കെ വിരിച്ച് കഴിഞ്ഞ് അവളുടെ ബുക്കൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കാന്ന് ഓർത്ത് നോക്കിയപ്പോഴേക്കും ബുക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ അവളോട് വഴക്കുറഞ്ഞൂടാണ് ഞാൻ ചോദിച്ചത്, എന്താ ഇങ്ങനെ ഇരിക്കണം, ബുക്ക് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടല്ലേ എന്ന്. അപ്പോഴാണ് ഒരു തമാശ, തണുപ്പല്ലേ മമ്മ, ബുക്കിന് തണുത്തിട്ടായിരിക്കും ചുരുണ്ടുകൂടി ഇരിക്കണേന്ന്. കുറച്ചും കൂടി അങ്ങ് ദേഷ്യപ്പെട്ട് വഴക്കുറയാലോ എന്ന് കരുതിയതാണ്. അത് ആ വർത്തമാനത്തിൽ അങ്ങ് പോയിട്ടാ. അപ്പോൾ പേൾപ്പിന്നിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ജൂൾസം പോവുകയും ചെയ്തിട്ടാ. ജൂൾസം പോയി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. കാരണം ജൂൾസം കഴിക്കാതെ പോകുന്നത്, ചായ മാത്രം കുടിക്കാറുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് നേരം ബൈബിളൊക്കെ വായിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് കരുതി വന്നത്. കാരണം പൊന്നു എഴുന്നേൽക്കുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ നല്ല ചൂടോടുകൂടെ കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷേ അത് അബദ്ധത്തിലായി. അവളങ്ങനെ കിടന്ന് കുറച്ചധികം നേരം കിടന്ന്. പിന്നെ ഞാൻ വേഗം വന്ന് പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. ഓരോ പാത്രം തേക്കുക, അപ്പം തന്നെ കഴുകിയത് വയ്ക്കുക എന്നല്ലാതെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കഴുകാനോ സിങ്കിലിട്ട് വെക്കാനോ പറ്റൂല കേട്ടോ. കാരണം അത്രത്തോളം സൗകര്യം കുറവാണ് നമുക്കിവിടെ. എന്നാലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. രാവിലത്തേക്ക് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവളോട് ചോദിച്ചപ്പോഴും കുഴപ്പമില്ല, ഉപ്പുമാവ് കഴിച്ചോളാം എന്ന് പറഞ്ഞ കാരണം ഉപ്പുമാവും പഴവും കൂടി അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ട് വേഗം ഞാൻ പാത്രം തേച്ച് കഴുകിക്കൊണ്ടിരിക്കുവാണേ. പക്ഷേ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയിട്ടാ. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ലല്ലോ. അത് കാരണം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ മോട്ടർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ജൂഡ്സന് ഓർത്തില്ല കേട്ടോ, അല്ലെങ്കിൽ രാവിലെ ജൂഡ്സൻ ചോദിക്കുന്നതാണ് മോട്ടർ അടിച്ചോന്ന്. അപ്പോൾ ഇന്ന് ജൂഡ്സൻ ചോദിക്കാൻ കാരണം ഞാനും അത് ഓർത്തില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം തിരിയൊക്കെ കത്തിച്ച് വെച്ച് വെള്ളം ടാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് പാത്രം കഴുകിയത്. ഒരു പൈപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നോക്കിയപ്പോഴേക്കും പൈപ്പിലും വെള്ളം വരണുണ്ടായിരുന്നില്ല. സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായത് കാരണം ഞാൻ രക്ഷപ്പെട്ട് സാവധാനത്തിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ക്യാരറ്റാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രേറ്റർ ഞാൻ മുണ്ടവേലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അരം പോലെ ഇരിക്കുന്ന കത്തി ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ ചീകിയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യുന്നത്. ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. എനിക്കും പൊന്നിനും കൂടി ഒരു ഗ്ലാസ് റവ മതിയാവും. അപ്പം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാതെ അതിൽ അരി വറുത്തിടുകയോ പരിപ്പ് വറുത്തിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനെപ്പോഴും റവയുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ വെർമിസെല്ലിയുടെ ആണെങ്കിലും ഞാൻ ഇതുപോലെ വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കാറുണ്ട്. അതുപോലെ എണ്ണയോ അല്ലെങ്കിൽ ഡാൽഡയോ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും ഒരിത്തിരി അധികം ഒഴിക്കും. അപ്പോൾ ഒരു മയം ഉണ്ടാവും കേട്ടോ റവയ്ക്ക്. നല്ല ഡ്രൈ ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഒരു ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളവും ഒരു സവാളയും 3 പച്ചമുളകും ഒരു ചെറിയ ക്യാരറ്റുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. കടുക് ഒരുപാട് ഇടൂല കേട്ടോ, കാരണം കടുക് ഒത്തിരി കടിക്കുന്നത് ഇവിടെ ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് കടുക് അധികം ഉള്ളത് ഇഷ്ടമാണ്. ഇവിടെ അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുഞ്ഞു സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ കടുക് മാത്രമേ ഇട്ടിട്ടുള്ളേ. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ വെജിറ്റബിൾസും പച്ചമുളകും സവാളയും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവേ. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട, അതിന് മുന്നേ നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1 ഗ്ലാസ് റവയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഈ വെള്ളം ഉപ്പിട്ടിട്ടാണ് വെക്കുന്നത്. ഉപ്പ് ഇത്തിരി മുമ്പിൽ നിൽക്കണം കേട്ടോ, എന്ന് പറഞ്ഞാൽ ഉപ്പ് ഇത്തിരി കൂടുതലായിട്ട് നിൽക്കണം. എന്നാലേ റവ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് പാകത്തിനായിട്ട് വരുള്ളൂ. ചില സമയത്ത് ഞാനൊരിത്തിരി പഞ്ചസാര ഇടാറുണ്ട്. എനിക്ക് മധുരം ഇഷ്ടമുള്ളത് കൊണ്ടാണ്, പിന്നെ ഇത്തിരി ടേസ്റ്റ് കൂടാനും കൂടി വേണ്ടിയിട്ടാണ്. അത് ആവശ്യമുള്ള ആൾക്കാർ ഇട്ടാൽ മതി, അല്ലാത്തവർ ഇടണമെന്നില്ല. പിന്നെ ക്യാരറ്റൊക്കെയാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് പഞ്ചസാരയുടെ ആവശ്യമില്ല. ക്യാരറ്റിന് ഒരു മധുരിപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ റവ ഇടുന്നതും ഇളക്കുന്നതും ഒരുമിച്ചാണെങ്കിൽ കട്ട പിടിക്കാതിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന കാരണം എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്നാലും അത് വേഗം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തുട്ടാ. അപ്പോൾ ഇത്തിരി വെള്ളം കൂടുതലുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആയി പോകില്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് ശരിക്കും അങ്ങ് വെള്ളമായിട്ട് അങ്ങോട്ട് ചേരണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഇത്തിരി വെള്ളം കൂടുതലുള്ള പോലെ തോന്നുമെങ്കിലും ഇത് ചൂട് കൂടുന്തോറും ഈ റവ വീർത്തിട്ട് വെള്ളം വറ്റും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. നല്ലപോലെ സിമ്മാക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ റവ നന്നായിട്ട് വേവും. അതുപോലെ വയറിന് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് റവ ഉപ്പുമാവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കയറും, വയറുവേദന വരും. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, നല്ലപോലെ വേവിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ കറിയില്ലാണ്ട് പഴമില്ലാണ്ടൊക്കെ കഴിക്കാനായിട്ട് ചില ഉപ്പുമാവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങണ പോലെ തോന്നിപ്പോവും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. ഒന്നുമില്ലെങ്കിലും, കറിയൊന്നുമില്ല, പഴമില്ല, ഒന്നുമില്ലെങ്കിലും നമുക്ക് നല്ല സുഖമായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. എന്നാലും ഇവിടെ ചിലപ്പോൾ കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ.
ഉപ്പുമാവിൻ്റെ കൂടെ കടലക്കറിയാണ് കൂടുതൽ ഇഷ്ടം. അതുപോലെ ചിലപ്പോൾ പഞ്ചസാരയും പപ്പടവും ഉപ്പുമാവും മാത്രമായിട്ട് കഴിക്കും. പൊന്നൂന് പഴത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. ജൂൾസന് ഇത് ഒന്നുമില്ലെങ്കിലും വെറുതെ ഉപ്പുമാവ് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പൊന്നൂന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവൾ വരാനുള്ള ലക്ഷണമൊന്നും കാണാണ്ടായപ്പോൾ എനിക്ക് കഴിക്കാനെടുത്തേ. ഞാൻ പഴം കൂട്ടിയാണ് കഴിക്കുന്നത്. പച്ചമുളകിൻ്റെ ചെറിയ എരിവും പഴത്തിൻ്റെ ആ ഒരു മധുരവും പുളിപ്പും എല്ലാം കൂടെ നല്ല രസമായിരുന്നു കേട്ടോ ഉപ്പുമാവ് കഴിക്കാനായിട്ട്. ഞാൻ കഴിച്ചും കഴിഞ്ഞ് കയ്യും കഴുകി വന്നിരുന്ന് ബുക്ക് കവർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് അവൾ എഴുന്നേറ്റ് വന്നിട്ട് മമ്മ എനിക്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നത്. പിന്നെ എന്ത് ചെയ്യാനാ, ഇന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ, താളത്തിനങ്ങ് നിൽക്കാമെന്ന് കരുതി ഞാൻ ഉപ്പുമാവും പഴം എടുത്തുകൊണ്ട് വന്നിട്ട് അവൾക്ക് കൊടുക്കാനിരുന്നിട്ടാ. അങ്ങനെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞ് അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ബുക്ക് കവർ ചെയ്യാനിരുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ കവർ ചെയ്യാറ്. എത്ര ബുക്കുണ്ടോ അത്രയും അളവിൽ ആദ്യം ഓരോ ബുക്കിൻ്റെ സൈസ് അനുസരിച്ച് ആദ്യം പേപ്പർ കട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ ബാലൻസ് എന്തോരം വരുമോ, അല്ലെങ്കിൽ ബാലൻസ് വേറെ വാങ്ങിക്കേണ്ടി വരുമോ എന്നറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ഒരു അളവനുസരിച്ച് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ കവർ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇങ്ങനെ ബുക്കിൻ്റെ അളവെടുത്ത് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ബുക്ക് വെച്ച് അപ്പുറവും ഇപ്പുറവും നോക്കിയിട്ട് ഇങ്ങനെ ആ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അത് നടുക്കോട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കും കേട്ടോ. അതിന് ശേഷം 4 മൂലയും ഉള്ളിലേക്ക് മടക്കി ആ മൂലഭാഗം ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാറുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സെല്ലോ ടേപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, വാങ്ങിക്കാനും മറന്നുപോയി. അപ്പോൾ അത് ജൂൾസിനെ വിളിച്ച് പറയണം ഇനി സെല്ലോ ടേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 5 ബുക്കും വേഗം കവർ ചെയ്തിട്ടാ, പെട്ടെന്ന് കഴിഞ്ഞായിരുന്നേ. ബുക്ക് കവർ ചെയ്യാൻ നേരത്ത് അതിനൊരു പ്രത്യേക മണം ഉണ്ടല്ലോ പുതിയ ബുക്കിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ. പക്ഷേ ചില സമയത്ത് കിട്ടുന്ന ബുക്കിന് ഒരു മണ്ണെണ്ണയുടെ മണം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അങ്ങനെയുള്ള ബുക്ക് കവർ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്ന് തോന്നും നമുക്ക്. അപ്പോൾ ഇവക്ക് കോളേജ് നോട്ട്ബുക്കാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. സാധാരണ കോളേജ് നോട്ട്ബുക്ക് ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത് അതാണ്. പക്ഷേ ഇതിന് മുന്നേ വാങ്ങിച്ചത് കോളേജ് നോട്ട്ബുക്ക് തന്നെ കുറച്ച് വലിയ സൈസായിട്ടുള്ള കോളേജ് നോട്ട്ബുക്കാണ് കേട്ടോ വാങ്ങിയത്. രാവിലെ ബാഗ് തൂക്കി പോണ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സങ്കടം തോന്നും കേട്ടോ. ഏതാണ്ട് എവറസ്റ്റ് കയറാൻ പോണ പോലെയാണ്. നല്ല വെയിറ്റാണ് ബാഗിന്. പിന്നെ സൈക്കിളിന് പോകണോണ്ട് ഒരു ആശ്വാസമുണ്ട്. ബാക്കിൽ തൂക്കിയാലും സൈക്കിളിൻ്റെ സ്റ്റാൻഡിൽ തട്ടി നിന്നോളുമല്ലോ. അപ്പോൾ അധികം വെയിറ്റ് മുതുകത്തേക്ക് വരില്ല. അങ്ങനെ അപ്പോൾ ഞാൻ വേഗം ചടപെടാന്ന് 5 ബുക്കും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.